പ്രിയമുള്ളവരെ, ഞാൻ ഡോക്ടർ ബീനാമ്മ മാത്യു, ബീന ടീച്ചർ. എൻ്റെ ജീവിതാനുഭവങ്ങൾ, യാത്രാ കാഴ്ചകൾ, സാഹിത്യാഭിരുചികൾ, അധ്യാപന ഓർമ്മകൾ എന്നിവ ഉൾക്കൊള്ളുന്ന കഥയുടെ ഇന്ദ്രജാലം എന്ന ചാനലിലേക്ക് എല്ലാ സുമനസ്സുകളെയും ഹൃദയപൂർവ്വം ക്ഷണിക്കുന്നു. കഥയുടെ ഇന്ദ്രജാലത്തിൻ്റെ 7ാമത്തെ അധ്യായമാണിത്. കഴിഞ്ഞ അധ്യായം അമ്മ വീടായ തലയോലപ്പറമ്പിനെ കുറിച്ചായിരുന്നു. ഈ അധ്യായം എൻ്റെ നാടായ ഒളതലയെക്കുറിച്ചാണ്. ഒളതല എന്ന് കേട്ടിട്ടുണ്ടോ? ആലപ്പുഴയെന്നും ചേർത്തലയെന്നും വയലാറെന്നും കേട്ടിട്ടുണ്ടാവും. വയലാറിലെ കൊച്ചു ഗ്രാമമാണ് ഒളതല. ഞാൻ വളർന്ന എൻ്റെ നാട്. ഒതളം എന്നു പേരുള്ള ചെറുമരങ്ങൾ നാട്ടിലുടനീളം ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒളതല എന്ന പേര് വന്നത്. ഒതളത്തിൻ്റെ തൂപ്പ് അഥവാ ഇലകൾ ആടിന് തീറ്റയായി കൊടുക്കാറുണ്ട്. നമ്മൾ സാധാരണ പ്ലാവില കൊടുക്കാറില്ലേ, അതുപോലെ. ഒതളത്തിൻ്റെ വലിയ കമ്പുകൾ വേലിപ്പത്തലായി ഉപയോഗിക്കാറുണ്ട്. വെളുത്ത പൂവും മാങ്ങയുടെ സാദൃശ്യമുള്ള കായുമാണ് ഒതളത്തിൽ ഉണ്ടാകുന്നത്. ഒതളങ്ങ എന്നു പേരുള്ള ഒതളക്കായുടെ തൊലിക്ക് മാത്രമാണ് പച്ച നിറമുള്ളത്. എന്നാൽ അതിനകം പൊള്ളയായിട്ടുള്ളതും പിന്നീട് ഉള്ളിൽ വെളുത്ത കാമ്പുമാണ് ഉണ്ടാകാറുള്ളത്. ഒതളങ്ങ വിഷക്കായാണ്. ഒതളങ്ങയുടെ തൊലി അരച്ച് കഴിച്ച് മരിച്ചവർ പലരുണ്ട് ഒളതലയിൽ. ഒളതലയുടെ സ്വന്തം പാട്ടാണ് ഒളതല വളവിലൊരൊതളങ്ങ പൊങ്ങി താണും എന്നത്. ധാരാളം കുളങ്ങളും ചെറുതോടുകളും പുഴകളും നിറഞ്ഞ ഒളതലയിൽ ജലാശയങ്ങളുടെ വരമ്പിലാണ് ഒതള മരങ്ങൾ കാണപ്പെടുന്നത്. വെള്ളത്തിൽ വീഴുന്ന ഒതളങ്ങ അതിൻ്റെ ഭാരക്കുറവ് മൂലം പൊങ്ങിയും താണും വെള്ളത്തിൽ കിടക്കും. കുട്ടിക്കാലത്ത് പാടി നടന്ന പാട്ടാണിത്. കുട്ടിക്കാലത്ത് കേട്ട മുത്തശ്ശി കഥകളിലൂടെയും വളർന്നപ്പോൾ അറിഞ്ഞ അനുഭവങ്ങളിലൂടെയുമാണ് ഒളതല എൻ്റെ ഉള്ളിൽ ജീവിക്കുന്നത്. ജീവിതയാത്രയിൽ ഒളതലയുടെ മണ്ണിലൂടെ കടന്നുപോയ പ്രിയപ്പെട്ടവരെയും പിതൃപരമ്പരയെയും ഓർമ്മിക്കുന്നു. അവർക്ക് പ്രണാമം അർപ്പിക്കുന്നു. ഞാനിവിടെ ആയിരിക്കുന്നതിന് നിമിത്തമായ പാരമ്പര്യത്തിൻ്റെ കണ്ണികളെയും നമിക്കുന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മാനവികതയ്ക്കും മാനുഷിക മൂല്യങ്ങൾക്കും പ്രാധാന്യം കൊടുത്തിരുന്ന എൻ്റെ നാട്. വിശാലമായ ജീവിത വീക്ഷണവും മതസൗഹാർദ്ദതയും എന്നെ പഠിപ്പിച്ച നാട്. കോളേജിലെ ഉപന്യാസ മത്സരത്തിന് 1ാം സമ്മാനം കിട്ടിയത് മനുഷ്യനും ധാർമ്മിക മൂല്യങ്ങളും എന്ന വിഷയത്തിനായിരുന്നു. ആദ്യമായി എഴുതിയ ലേഖനം ജീവിത ദർശനത്തെക്കുറിച്ചാണ്. എൻ്റെ നാട് മണ്ണിൻ്റെ ആവരണമണിഞ്ഞതായിരുന്നു. പഞ്ചസാര മണ്ണും പൊടിമണ്ണും കൂടിക്കലർന്ന ഭൂമി. പഞ്ചസാര മണ്ണിലൂടെ നടക്കുമ്പോൾ കാൽ കുഴയുകയും പൊടിമണ്ണിലൂടെ പൊടി പടർത്തി ഓടിയും കളിച്ചും നടക്കുമ്പോൾ പൊടി പടലങ്ങൾ നിറഞ്ഞ അന്തരീക്ഷവും ഓർമ്മയിലുണ്ട്. അന്നൊക്കെ റോഡുകളും വെട്ടുവഴികളും വളരെ കുറവായിരുന്നു. നടവഴികളും ഇടവഴികളുമായിരുന്നു അധികവും. പറമ്പുകളിൽ നിന്ന് പറമ്പുകളിലേക്ക് കയറിയായിരുന്നു പല വീടുകളിലേക്കും പോയിരുന്നത്. വീടുകൾക്ക് മതിലുകൾ അപൂർവമായിരുന്നു. ചില വീടുകൾക്ക് മാത്രം വേലികൾ ഉണ്ടായിരുന്നു. ഓലമേഞ്ഞ വീടുകളായിരുന്നു അധികവും. ഓടിട്ട വീടുകളും അപൂർവമായിരുന്നു. ആസ്ബറ്റോസ് വീടുകൾ കണ്ടിട്ടേയില്ല. കല്ലും ഇഷ്ടികയും കൊണ്ട് നിർമ്മിച്ച് കുമ്മായം തേച്ച വീടുകൾക്ക് സിമെൻ്റ് ഇട്ട തറകളായിരുന്നു. എന്നാൽ ഓലമേഞ്ഞ വീടുകൾ, അതായത് വീടിൻ്റെ മേൽക്കൂരയും വീടിൻ്റെ മുറികളും ഓല കൊണ്ട് തന്നെ വേർതിരിച്ചിരുന്നു. അത്തരം വീടുകൾക്ക് പൊതുവെ ചാണകം മെഴുകുകയോ അല്ലെങ്കിൽ മണ്ണിൻ്റെ തറയോ ആയിരുന്നു. ഓലയും വാരിക്കോലും കൊണ്ട് നിർമ്മിക്കുന്ന വീടുകൾ എല്ലാ വർഷവും മാറ്റിമേയുമായിരുന്നു. ഈ ചടങ്ങിനെ ഓലമേയൽ എന്നാണ് പറയാറ്. ഓലമേയൽ കുട്ടികൾക്ക് സന്തോഷമാണ്. കാരണം പപ്പടം, പഴം, പായസം കൂട്ടി സദ്യ ഉണ്ടാകും. അല്ലാതെ ഓണത്തിന് മാത്രമല്ലേ അന്നൊക്കെ സദ്യ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ നാട്ടിലെ ഓലമേയൽ ചടങ്ങ് ഓർമ്മയിലുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ കളിക്കൂട്ടുകാരിയുടെ വീട്ടിലെ. സ്കൂളിൽ നിന്ന് ഉച്ചയ്ക്ക് നേരത്തെ വന്ന്
ആ ചടങ്ങിൽ പങ്കുകൊണ്ട് സദ്യ ഉണ്ണുന്നതൊക്കെ എത്ര മനസ്സിനെ സന്തോഷം തന്ന ഓർമ്മകളായിരുന്നു. വീടുകൾക്ക് അതിർത്തിയോ വേലികളോ കുറവായിരുന്നു. വേലി കെട്ടിയിരുന്നത് ഒതളക്കമ്പ്, ചീമക്കമ്പ്, പൂവരശ് കമ്പ് എന്നിവ മണ്ണിൽ നാട്ടി മെടഞ്ഞ ഓല അതിൽ ചുറ്റി വാരി കൊണ്ട് ഉറപ്പിച്ചായിരുന്നു. ഓലവേലികൾക്ക് പുറമെ തുഞ്ചാണി കൊണ്ടതിനെ അലങ്കരിക്കുന്ന രീതിയും ഉണ്ടായിരുന്നു. ഓലയുടെ അറ്റത്തെ അഥവാ തുഞ്ചിനെയാണ് തുഞ്ചാണി എന്ന് പറയുന്നത്. ഓല കീറുമ്പോൾ വാരിയും അതിൻ്റെ സൈഡിലുള്ള ഓലകളും അതോടൊപ്പം തുഞ്ചാണിയും വേർതിരിക്കും. ഇത് വെള്ളത്തിൽ ചീയിച്ചാണ് ഓല മെടയുന്നത്. മെടയുന്ന ഓല കൊണ്ടാണ് വീടുകളും വേലികളും നിർമ്മിച്ചിരുന്നത്. ഞാൻ നേരത്തെ പുര മേയുന്നതിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതിന് നാട്ടിലൊരു പേരുണ്ട്, പുരകെട്ട്. ഈ പുരകെട്ട് ചടങ്ങിനെ കുറിച്ചാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. വീട്ടിൽ സ്ഥിരമായി ഓല കീറിയിരുന്നത് തെക്കേ പാടത്തെ വക്കൻ ചിറ്റപ്പനും തോട്ടുങ്കലെ കുഞ്ഞുണ്ണി ചേട്ടനുമായിരുന്നു. മാണിക്കയും മാധവിയും കൊച്ചു പെണ്ണുമായിരുന്നു ഓല മെടഞ്ഞിരുന്നത്. മെടഞ്ഞ് ഉണക്കിയ ഓലകൾ അട്ടിയായി അടുക്കി വയ്ക്കും. ആ അട്ടി മാറ്റി ഓലകൾ എടുക്കുമ്പോൾ അതിനടിയിൽ പലപ്പോഴും ആമയും ആമമുട്ടയുമൊക്കെ കാണുമായിരുന്നു. വീടിൻ്റെ വിശാലമായ മുറ്റം പ്രൗഢിയുടെ പ്രതീകമായിരുന്നു. മണ്ണിൻ്റെ മുറ്റമടിച്ച് കരടില്ലാതെ ഇടുമായിരുന്നു. വീടുകൾക്ക് കുളങ്ങളുണ്ടായിരുന്നു. ചില വീടുകൾക്ക് ഒന്നിലധികം കുളങ്ങളും. കുടിക്കുന്നതിനും മറ്റാവശ്യങ്ങൾക്കും പ്രത്യേകം കുളങ്ങളുണ്ടായിരുന്നു. മിക്ക വീടുകൾക്കും തോടുകളോ കുളങ്ങളോ അതിർത്തിയായോ അല്ലാതെയോ ഉണ്ടായിരുന്നു. പഞ്ചസാര മണലിലൂടെ നടന്ന് തോടുകളും കുളങ്ങളും നീന്തിയാണ് അടുത്ത പറമ്പിലേക്ക് കടക്കുന്നത്. വേനൽക്കാലത്ത് ചുട്ടുപഴുത്ത പഞ്ചസാര മണലിൽ കാല് പതിയുമ്പോൾ ഉണ്ടാകുന്ന ആ പൊള്ളുന്ന നൊമ്പരമുണ്ടല്ലോ, അതിപ്പോഴും കാലിൽ അനുഭവപ്പെടുന്നുണ്ട്. അങ്ങനെ കാല് കുമിളച്ചിരിക്കും. ഈ കാലുമായി അടുത്ത ജലാശയത്തിൽ, അതായത് കുളത്തിലോ തോട്ടിലോ അത് കടന്നിട്ട് വേണം അക്കരെ എത്താൻ. ഇറങ്ങി പോകുമ്പോൾ കാലിന് നല്ല ആശ്വാസമാണ്. പക്ഷേ പിന്നീട് ആ കാല് കുമിളച്ച് നീര് വയ്ക്കും. ഇങ്ങനെ നീര് വെച്ച് മന്ദായി തീർന്നിട്ടുള്ള നിരവധി മനുഷ്യർ എൻ്റെ നാട്ടിലുണ്ടായിരുന്നു. മറ്റൊന്ന്, കുളങ്ങളുടെയും തോടുകളുടെയും ഭൂരിഭാഗവും ആഫ്രിക്കൻ പായലോ വെൽവെറ്റ് പായലോ നിറഞ്ഞതായിരിക്കും. ഈ പായൽ ചീഞ്ഞഴുകുമ്പോൾ അതിലാണ് തൊണ്ട് ചീക്കുന്നത്. നേരത്തെ ഞാൻ ഓല ചീക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെയാണ് തൊണ്ട് മടൽ എന്ന് പറയും നമ്മൾ, തേങ്ങയുടെ തൊണ്ടിനെ. അത് ചീച്ചാണ് ചകിരി ഉണ്ടാക്കുന്നത്. അത് മൂടുന്നതിന് ചേറുകൊണ്ട് അതിനെ വെള്ളത്തിൽ ആഴ്ത്തിയിടും. അങ്ങനെയാണ് തൊണ്ട് ചീച്ചെടുക്കുക. അപ്പോൾ ഈ പായലുകൾ ചീഞ്ഞതും തൊണ്ട് ചീഞ്ഞതും ഒക്കെ ആയിട്ടുള്ള ഒരു വെള്ളമായിരിക്കും. ക്ലാവ് പിടിച്ച വെള്ളം, വല്ലാത്തൊരു ദുർഗന്ധമുള്ള വെള്ളമാണ്. അതിൽ നിറയെ കൊതുകുകൾ പെറ്റ് വളരാറുണ്ട്. ഈ കൊതുക് പരത്തുന്ന രോഗമായും ഞങ്ങളുടെ നാട്ടിൽ മന്ദരോഗം സാധാരണ ഉണ്ടായിരുന്നു. കൊതുക് പരത്തുന്ന രോഗമാണ് ഫൈലേറിയ. സന്ധ്യാസമയങ്ങളിൽ രക്തം പരിശോധിക്കുന്നതിന് ഉദ്യോഗസ്ഥർ വരുന്നത് ഓർമ്മയിലുണ്ട്. നാട്ടിൽ ഫൈലേറിയയുമായി ബന്ധപ്പെട്ട നീരിറക്കപ്പനിയെ വാതപ്പനി അഥവാ തുള്ളൽപ്പനി എന്നാണ് പറയാറ്. ശക്തമായ പനി കൊണ്ട് തുള്ളുന്ന സ്വഭാവമാണ് ഈ രോഗത്തിൻ്റെ ലക്ഷണം. വേനൽക്കാലത്ത് തോട് തീരുക എന്നൊരു ഏർപ്പാടുണ്ട്. തോട്ടിലെ ചേറുവെള്ളം തെങ്ങിൻ്റെ തടത്തിലേക്ക് കോരി ഒഴിക്കുന്നതാണിത്. അപ്പോൾ എത്ര തരം മീനുകളാണെന്നോ ആ വെള്ളത്തിൽ തെങ്ങിൻ്റെ തടത്തിലൂടെ പുളഞ്ഞു പോകുന്നത്. കുട്ടികളായ ഞങ്ങൾക്കൊക്കെ കൗതുക കാഴ്ചയായിരുന്നു അത്. അതോടൊപ്പം ആമകളും ഞൗണിക്കയും പതിവായിരുന്നു. മറ്റൊന്ന് തവളകളാണ്. ഈ മൂടിക്കിടക്കുന്ന ജലാശയങ്ങളിലെല്ലാം നിറയെ പച്ച തവളകളുണ്ടായിരിക്കും. തവളയെ പിടിക്കുന്നതിനായിട്ട് സന്ധ്യയ്ക്ക് കാസ്ട്രേറ്റ് ലൈറ്റുമായിട്ട് വരുന്ന ചിലരെയൊക്കെ ഓർമ്മയുണ്ട്. നാടിൻ്റെ പ്രധാന വരുമാനം തേങ്ങയായിരുന്നു. നെൽകൃഷിയും ഉണ്ടായിരുന്നു. എന്നാൽ കയറുൽപ്പന്നങ്ങളുടെ നാടെന്നാണ് വയലാർ പൊതുവെ അറിയപ്പെടുന്നത്. ചീഞ്ഞ തൊണ്ട്
പലകയിൽ വെച്ച് മരത്തടി കൊണ്ട് അടിച്ച് ചകിരിച്ചോറ് കളഞ്ഞ് പോള മാറ്റി പിഴിഞ്ഞ് ഉണക്കി അതിനെ അലിച്ചാണ് ചകിരിയാക്കുന്നത്. ഈ ചകിരി കൊണ്ടാണ് കയറുണ്ടാക്കുന്നത്. പണ്ടൊക്കെ സ്ത്രീകൾ ഈ പ്രവൃത്തി ചെയ്തിരുന്നു. ഇന്ന് ഇതിനൊക്കെ മെഷീനുകളുണ്ട്, ചകിരി അലിക്കുന്നതിനും മറ്റും. റാഡിൽ കയർ പിരിക്കുന്നത് കണ്ടിട്ടുണ്ടോ? അലിച്ച് ഉണങ്ങിയ ചകിരി മടിയിൽ വെച്ച് റാഡിൻ്റെ രണ്ടറ്റത്തുള്ള കൊളുത്തുകളിൽ ചകിരി ഇഴ നൂല് പോലെ നൂറ്റ് അത് ഘടിപ്പിക്കും. പിന്നീട് പുറകോട്ട് നടന്ന് പുറകിലുള്ള റാഡിൻ്റെ കൊളുത്തുകളിൽ ഇതേപോലെ തന്നെ ഈ ചകിരി ഇഴകൾ ഘടിപ്പിക്കും. എന്നിട്ട് തടി കൊണ്ടുള്ളൊരു കഷ്ണം, അതിനെ കർപ്പോള എന്നാണ് പറയുന്നത്. ഈ കർപ്പോള കൊണ്ട് ഈ നൂലിഴകളെ ബന്ധിച്ച് റാഡുകൾ രണ്ടും കറക്കി ആണ് കയർ നിർമ്മിക്കുന്നത്. നാട്ടിലെ സ്ഥിരം കാഴ്ചകളിൽ ഒന്നാണിത്. കുട്ടിക്കാലത്ത് റാഡ് കറക്കുവാനും നൂല് നോക്കുവാനും ഒക്കെ എനിക്കും ഇഷ്ടമായിരുന്നു. കയറുകൾ നെയ്ത്ത് ചാപ്രയിൽ തടുക്കുകൾ ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്നു. നാട്ടിൽ ധാരാളം നെയ്ത്തുകാരുണ്ടായിരുന്നു. സ്ത്രീകളായിരുന്നു കയറ് പിരിക്കുന്നത്. പുരുഷന്മാർ പൊതുവെ നെയ്ത്ത് ജോലിയാണ് ചെയ്തിരുന്നത്. തോട്ടുവക്കത്തൊക്കെ നിറയെ കൈതകളുള്ള നാടാണ് വയലാർ. ഈ കൈത ഓല കൊണ്ട് കുട്ടയും വട്ടിയും അതുപോലെ തന്നെ പായും ഉണ്ടാക്കുമായിരുന്നു. വലിയ തഴപ്പ അഥവാ ചിക്കുപ എന്ന് പറയും, അതിലാണ് നെല്ല് ഉണക്കിയിരുന്നത്. അതുപോലെ തന്നെ വാരി കൊണ്ട്, തെങ്ങിൻ്റെ വാരി കൊണ്ട് വാരിക്കൊട്ടകൾ ഉണ്ടാക്കുമായിരുന്നു. വയലാറിലെ വാരിക്കൊട്ടകൾ പ്രസിദ്ധമാണല്ലോ. പറമ്പിലൊക്കെ നിറയെ വാഴകളും ചേമ്പ്, കാച്ചിൽ എന്നിവയും പച്ചക്കറികളും ഉണ്ടായിരുന്നു. കൃഷി ചെയ്യാത്ത മണ്ണിൽ നിറയെ കമ്മ്യൂണിസ്റ്റ് പച്ചകളും ഞൊട്ടാഞ്ഞൊടിയനും തൊട്ടാവാടികളും ഉണ്ടായിരുന്നു. നാടിൻ്റെ ഓർമ്മകളെന്നും ആനന്ദവും അഭിമാനവും തരുന്നു. എന്നാൽ എൻ്റെ നാട്ടിലെ സ്ത്രീകളെക്കുറിച്ച് എനിക്കേറെ അഭിമാനമാണ്. സ്ത്രീ ശാക്തീകരണമൊക്കെ ഉണ്ടാകുന്നതിന് മുൻപ് കുടുംബത്തിന് വേണ്ടിയും നാടിന് വേണ്ടിയും അധ്വാനിച്ചിരുന്ന ആ സ്ത്രീ സമൂഹം എനിക്ക് മാതൃകയാണ്. പാടത്തും പറമ്പിലും ജോലി ചെയ്തിരുന്നവർ, അന്നന്നത്തെ ആഹാരത്തിന് വേണ്ടി അധ്വാനിച്ചിരുന്നവർ, പകലന്തിയോളം പണിയെടുത്ത് കിട്ടുന്ന പണം കൊണ്ട് പീടികയിൽ പോയി അരിയും മണ്ണെണ്ണയും ഉപ്പും മുളകും മല്ലിയും ഒപ്പം ഒരു മുറി തേങ്ങാപ്പൂളും കൂടാതെ അല്പം വെളിച്ചെണ്ണ കയ്യിൽ വാങ്ങി തലയിൽ തേച്ച് സന്ധ്യ മയങ്ങുമ്പോൾ വീടണയുന്നവർ. ഇവരുടെ ഇടയിലൂടെയാണ് ഞാൻ വളർന്നത്. മണ്ണിൻ്റെ മണമുള്ള പച്ചയായ മനുഷ്യർ. ഇവരുടെ സ്നേഹത്തിന് പകരം വയ്ക്കാൻ മറ്റെന്താണ് ഉള്ളത്? വയലാർ എന്ന എൻ്റെ ഗ്രാമത്തിൻ്റെ ഭൂപ്രകൃതിയെക്കുറിച്ചാണ് ഈ അധ്യായത്തിൽ പറഞ്ഞത്. തുടർന്നുള്ള അധ്യായങ്ങളിൽ ആചാര അനുഷ്ഠാനങ്ങൾ, ആശാട്ടിയുടെ പള്ളിക്കുടം, രുചിക്കൂട്ടുകൾ, സുഗന്ധക്കൂട്ടുകൾ എന്നിവയെക്കുറിച്ച് പറയുന്നതാണ്. പ്രിയരെ, നിങ്ങൾക്കുമില്ലേ ഇതുപോലുള്ള നാടിൻ്റെ ഓർമ്മകൾ? ആ ഓർമ്മകളിലേക്ക് മടങ്ങിപ്പോകുവാൻ കഴിഞ്ഞുവെങ്കിൽ ഞാൻ ധന്യയായി. തുടർന്നുള്ള അധ്യായങ്ങൾക്കായി കാത്തിരിക്കുമല്ലോ. വീണ്ടും കാണാം. നന്ദി, സ്നേഹം.